ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചാണ്. അതായത് ഒരു മാന്ത്രിക ചെടി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് നീലക്കൊടുവേലി. ഇതിൻ്റെ ശരിക്കുള്ള പേര് ബ്ലൂ പ്ലംബാഗോ എന്നാണ്. അപ്പോൾ അതുകൂടാതെ വേറെയും ഒരുപാട് പേരുണ്ട്. അപ്പം പൊതുവായിട്ട് ഇത് അറിയപ്പെടുന്നത് നീലക്കൊടുവേലി എന്ന പേരിലാണ്. അപ്പോൾ ഈ ഒരു ചെടി അത്ഭുത സസ്യം എന്നൊക്കെ പറയുന്നത് ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു ചെടിയാണ്. പക്ഷേ നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സ്വദേശം ദക്ഷിണാഫ്രിക്കയാണെങ്കിലും ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാ നേഴ്സറിലൊക്കെ ഈ ചെടികൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ള കൊടുവേലിയുണ്ട്, അതുപോലെ തന്നെ നീല കൊടുവേലിയുണ്ട്. അപ്പോൾ ഇത് പകൽ സമയത്ത് ലൈറ്റ് നീല കളറായിരിക്കും, പക്ഷേ രാത്രി ആകുമ്പോഴേക്കും നല്ല നീല കളറിലേക്ക് പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5:30 മണിക്കെടുത്ത വീഡിയോ കൊണ്ടാണ് നല്ലൊരു നീല കളറിലേക്ക് ഈ ഒരു ചെടി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ നീലക്കൊടിവേലി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. 5 ഇതൾ പൂക്കളാണ് ഇതിൽ ഉള്ളത്. ഒരു കുലകുലായിട്ടാണ് പൂക്കളുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സിനെ പോലെയൊക്കെ തോന്നും ദൂരെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ അടുത്ത് വന്നാലാണ് ഇത് വേറെ പൂവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും, ഒരു മടിയില്ല. പൂക്കൾ തരാൻ ഈ ചെടിക്ക് ഒരു മടിയില്ല. അത്രക്കും നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ, എല്ലാവരുടെയും ഗാർഡനിലും ഈ ഒരു ചെടി നന്നായിട്ട് വളരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ളൊരു ചെടിയാണെങ്കിലും എല്ലാവരും ഇപ്പോൾ വളർത്തുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. ഇതിന് നന്നായിട്ട് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ്. നല്ല സൺലൈറ്റിൽ ഇതുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ള കൊടുവേലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് രാത്രിയാകുമ്പോൾ നീലാവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു പകലെടുത്ത വീഡിയോ ആയിരുന്നു, എറണാകുളത്ത് നിന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നല്ല വെയിലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്ത് നന്നായിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ആ ഒരു ചെടി. ഒരുപാട് നിലത്ത് നട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് നല്ല സൺലൈറ്റിൽ വളരുന്നൊരു ചെടിയാണിത്. അപ്പോൾ ഇതിൽ വിത്ത് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്, പക്ഷേ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി, മണ്ണ്, മണൽ, കുറച്ച് കമ്പോസ്റ്റ്, കൊക്കോപ്പീറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുന്നതാണ്. വെള്ളം വാർന്നു പോകുന്നൊരു മണ്ണിലാണ് ഈ ഒരു ചെടി നട്ടു കൊടുക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളൊരു ചെടിയാണ്. അപ്പോൾ ഈ ചെടി നമുക്ക് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. കാരണം ഒരു ഔഷധ ചെടിയാണ് ഇത്. ഇതിൻ്റെ വേര് നമുക്ക് കഴുകിയിട്ട് പാലിലൊക്കെ അരിച്ചിട്ട് പാലിലൊക്കെ തിളപ്പിച്ച് കുടിച്ചാൽ ഒരുപാട് അസുഖങ്ങൾ മാറുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ടിട്ട് നമുക്കിത് അരിച്ച് കുടിച്ചാലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ടുള്ളൊരു മരുന്നും കൂടിയാണ് ഈ ഒരു നീലക്കൊടുവേലി. ഇതന്നെയാണ് നീലക്കൊടുവേലി എന്നല്ല, പണ്ട് കാലത്ത് നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ടൊരു കഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്. അത് കിളികൾക്ക് മുട്ട വിരിക്കാൻ, പ്രത്യേകിച്ച് ചെമ്പോത്ത്, അതായത് ഉപ്പെന്ന് പറയുന്ന ചെടി ഇതിന് മുട്ട വിരിയിക്കാൻ ഇതിൻ്റെ വേരൊക്കെ കൊണ്ടുപോയി വെക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥകളൊക്കെ ഉണ്ട്. അത് സത്യമാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല. അതുകൂടാതെ മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ എതിരെ പോകാൻ ഇതിൻ്റെ വേരിന് ഇലകൾക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ സത്യമാണോ ഇല്ലാത്തതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ ഇത് വീട്ടിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമ്പത്ത് കൂടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ പറയില്ല, ഒരു മെഡിസിനൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതുകൂടാതെ നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിത്യവും പൂക്കൾ വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന, ഒരു വിങ്കാറോസിനെ പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഇത് വൈറ്റ് വെള്ള കൊടുവേലിയാണ് കേട്ടോ. വെള്ള കൊടുവേലിയാണ്. അപ്പോൾ ഇത്ര 5:30 മണിയായിട്ടും അത് മാത്രം നീല കളറിലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ അത് വെള്ള കൊടുവേലിയാണ്. അപ്പോൾ വെള്ള കൊടുവേലി ഉണ്ട്, ചുവപ്പ് കൊടുവേലി ഉണ്ട്, നീല കൊടുവേലി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ചുവപ്പ് കൊടുവേലി കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബ്ലൂ കളറിൽ, അതായത് നീല കളറിലുള്ള കൊടുവേലി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാൻ അടിപൊളി ഭംഗിയാണ്. അപ്പോൾ ഞാൻ മണം ഉണ്ടോ നോക്കിയപ്പോൾ മണമൊന്നുമില്ല, മണമില്ലാത്ത പൂവാണ്. പക്ഷേ ഒരു പച്ച കളറിൽ ഇങ്ങനെ നീല കളർ വയലറ്റ് പോലെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വേനൽക്കാലത്ത് ഈ ചെടിക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മഴക്കാലത്ത് നമുക്ക് ഈ ചെടിക്ക് DAP, കുറഞ്ഞ അളവിൽ DAP അല്ലെങ്കിൽ NPK പോലുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ചൂടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റെമ്മ് കട്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്
ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഒരുപാടായിട്ട് നല്ല ഒരു ഈ ചട്ടിയിൽ ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരുപാട് നീണ്ടു പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു ഔഷധ അല്ലെങ്കിൽ മാന്ത്രിക ചെടിയാണ് നമ്മുടെ നീലക്കൊടുവേലി കേട്ടോ. അപ്പോൾ നീലക്കൊടുവേലിൻ്റെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഒരുപാട് കഥകൾ, എനിക്ക് അത്ര കഥകളൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതൊരു മാന്ത്രിക സസ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കുള്ള കൊടുവേലിയാണോ അതറിയില്ല. ഇത് കൊടുവേലി ആണെങ്കിലും ഈ അത്ഭുത സസ്യമുള്ള കൊടുവേലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു സസ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നഴ്സറിയിലൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിന് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. നമ്മൾ വെറുതെ ഇത്രയും ഭംഗിയുള്ള ചെടി നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വിൽക്കൂലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു തൈ ഞാനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ചെടിയല്ല, നഴ്സറിയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ. പിന്നെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പൂക്കളെ കിട്ടും. അപ്പോൾ ഇത് പകൽ ഞാൻ പറഞ്ഞില്ല, പകൽ ലൈറ്റ് നീലാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്ക് നല്ല നീലായിട്ട് വാടിപ്പോട്ടെ. ഒരു ദിവസം ഈ പൂവിൻ്റെ ആയുസുള്ളൂ. അതുകൂടാതെ ഒരുപാട് മുട്ടുകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെയും പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഒരു കുലയിൽ ഇങ്ങനെ ഒരുപാട് പൂക്കളാണ് ഒരുപാട് മൊട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഒന്ന് വാടി വീണിട്ടുണ്ടെങ്കിൽ അടുത്ത പൂക്കൾ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു മടി കൂടാതെ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് ഒരുപാട് നിങ്ങൾക്ക് അറിയുന്ന കമൻറ്റൊക്കെ നിങ്ങൾ പറയട്ടോ. ഒരുപാട് കഥകളൊക്കെ കേട്ടവരുണ്ടാകും. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവർ, എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വെള്ളക്കൊടുവേലിൻ്റെയും അതുപോലെ തന്നെ വെള്ളക്കൊടുവേലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നീലക്കൊടുവേലി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.